മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളിയേ അമ്മാനം മാനത്തെ കനവ് പോലെ പുതു കവിത പോലെ ഹലോ ഹലോ എന്താ ശബ്ദമൊക്കെ വല്ലാതെ? എന്റെ ഗൗരി സമ്മാനിച്ച ആ ലോകത്തിലാ ഞാൻ. ഹലോ 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 നന്ദിനി, ഹലോ. എൻ്റെ നന്ദിനിക്കുട്ടി ഇപ്പോൾ സ്വർഗത്തിലേക്ക് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുക. പാവം. അവള് പയ്യ പഴയ മൂഡിലെത്തട്ടെ, എന്നിട്ട് മതി ഗോപൻ അവളെ കാണാൻ. തിരക്കില്ല, എല്ലാം പഴയതുപോലെ ആയി കിട്ടിയാൽ മതി. അതേ എനിക്ക് വേണ്ടു. സർ, ഡിസ്ചാർജ് ചെയ്തു. ബില്ലടച്ചു വന്നോളൂ. ബില്ല് ഞാൻ പേ ചെയ്തോളാം. തന്നോളൂ.
ഞാൻ മേടിച്ചിട്ട് വിളിച്ചിട്ട് വരാം. ഞാൻ ഡോക്ടർ സാബു ചെറിയാൻ. ഇന്ദു എൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഞാനൊരാളെ പരിചയപ്പെടുത്താം. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇനി പോയെന്ന് കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. ഇന്ദു, സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അമ്മൂമ്മേ, അമ്മയുടെ അസുഖമൊക്കെ മാറി. മോളെ, അമ്മായി, നമ്മുടെ പഴയ ഇന്ദുവിനെ ദൈവം നമുക്ക് തിരിച്ചു തന്നു. എന്റെ ഇന്ദുമോളുടെ അസുഖം മാറ്റിയതിന് ദൈവത്തോട് മാത്രം നന്ദി പറഞ്ഞാ പോരാ. എല്ലാം നിന്റെ നല്ല മനസ്സുകൊണ്ടാ. നിന്നെ രണ്ട് കൈ കൂപ്പി തൊഴേണ്ടത്. എന്താ അമ്മായി ഇത്? ഞാൻ എന്റെ കടമ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വാ. എന്റെ പഴയ ഇന്ദുമോളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇനി എന്റെ കണ്ണടഞ്ഞാലും വേണ്ടില്ല. ആശുപത്രിയിൽ അമ്മയെ കാണാൻ എന്റെ അച്ഛൻ വന്നിരുന്നു. അമ്മുക്കുട്ടി ആദ്യമായിട്ട് കാണാ അച്ഛനെ. എന്ത് നല്ല അച്ഛനാണെന്നോ. എന്നെ വലിയ ഇഷ്ടായി അച്ഛന്. അമ്മേ, ഞാനൊന്ന് പോയി കിടക്കട്ടെ. മോളും ചെല്ല അമ്മയുടെ കൂടെ. അമ്മ മരുന്ന് കഴിച്ചതിന്റെ ക്ഷീണത്തിലാ. ചെല്ല്. എന്നിട്ട് ഗോപൻ എവിടെ? ഇന്ദുവിന് പുറത്തുനിന്ന് ചില മരുന്നുകൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിട്ട് വരും. ഗോപൻ വരുമ്പോ അമ്മായി എതിരായിട്ടൊന്നും പറയരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോപനെ ഞാൻ വിളിച്ചോണ്ട് വന്നത്. കഴിഞ്ഞതെല്ലാം അമ്മായി മറക്കണം. നമുക്കിപ്പോ ഇന്ദുവിന് നല്ലൊരു ജീവിതമാണ് ആവശ്യം. എങ്ങനെയാ ഞാൻ അതൊക്കെ മറക്കുക മോളെ? അത്രത്തോളം നമ്മളെ കണ്ണീര് കുടിപ്പിച്ചില്ലേ അവൻ? കോട്ടെ അമ്മായി, ഒന്നും ഗോപൻ മനഃപൂർവ്വമല്ല. എല്ലാം ഓരോരോ സാഹചര്യങ്ങളല്ലേ. അവനൊരു അസുഖക്കാരനല്ലേ? പെട്ടെന്ന് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഇന്ദുമോൾ പിന്നെയും കണ്ണീര് കുടിക്കേണ്ടി വരില്ലേ? അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഇന്ദുവിനും ഗോപനും നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഗോപൻ ഇങ്ങനൊരു അസുഖമുള്ള വിവരം ഇന്ദുവിന്റെ അമ്മുവിന്റെ മുന്നിൽ വെച്ച് അറിയാതെ പോലും അമ്മായിയുടെ നാവിന്ന് വരരുത്. ഗോപനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരോട് ഇക്കാര്യം പറയരുതെന്ന്. ഉള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അമ്മായി. ഞാനായിട്ട് എന്റെ കുട്ടികളെ ഒരിക്കലും അറിയിക്കില്ല. അതോർത്ത് മോള് പേടിക്കണ്ട.
എന്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ മോൾ ഈ ബുദ്ധിമുട്ടുന്നത്. മോളുടെ ഇഷ്ടത്തിനപ്പുറം ഈ അമ്മായിക്ക് ഒന്നുമില്ല. അമ്മയുടെ അസുഖമൊക്കെ മാറിയില്ലേ? പിന്നെ എന്തിനാ എനിക്ക് അറിയുന്നേ? അച്ഛൻ വരുമ്പോ അമ്മയുടെ ഈ കരച്ചില് കണ്ട അച്ഛന് വിഷമാവില്ലേ? കരയണ്ടമ്മേ. ഇനി നമുക്ക് അച്ഛനല്ലേ കൂടെ? അമ്മയുടെ മനസ്സിന്റെ വിഷമം എന്റെ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്കധികം അമ്മ അനുഭവിച്ചു തീർത്തത്. എന്റെ പെങ്ങൾ അപർണയാ ഇവന്റെ ആദ്യ ഭാര്യ. സത്യമാണോടാ ഇയാൾ പറയുന്നത്? അമ്മേ അത് ഗോപേട്ടാ, ഞാൻ എന്തായി കേക്കണേ? എന്റെ പെങ്ങളെ ചതിച്ചിട്ട് ഇവളോടൊപ്പം സുഖമായിട്ട് വാഴാന്ന് കരുതിയല്ലേ? ഞങ്ങൾ ഇതൊന്നും അറിയില്ലാന്ന് വിചാരിച്ചു അല്ലേ? ശശാങ്ക പ്ലീസ് വേണ്ട. ഇവിടെ വെച്ച് ഇനി നിന്നോട് ഒരു ദേവം ഞാൻ കാണിക്കില്ല. ദേവം പിടിച്ച് കേട്ടണം. ഇങ്ങോട്ട് വാടാ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? മാറി കേറാൻ. അമ്മേ ഇന്ദു അവനൊരു ഹിന്ദു. മാറി നിൽക്കാൻ. അമ്മേ മാറി നിൽക്കാനാ പറഞ്ഞത്. മാറടി. മാറാൻ. ഇന്ദു ഇന്ദു മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? മോനെ പിടിച്ചോണ്ട് പോണു. ഈ പടി കയറാൻ പോലും യോഗ്യതയില്ലാത്തവനാ ഞാൻ. അത്രയ്ക്ക് വലിയ പാപാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത്. അതിനുള്ള ശിക്ഷയും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നീ മുറ്റത്ത് നിൽക്കാതെ അകത്തേക്ക് കയറി വാ. അമ്മയല്ലേ വിളിക്കുന്നത്? അകത്തേക്ക് കയറി വാ. വാ മോനെ. കഴിഞ്ഞതെല്ലാം മറന്ന് എൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് അമ്മ എനിക്ക് മാപ്പ് തരണം. മോനെ, എന്താ മോനെ ഇത്? എല്ലാം മറക്കാനും പൊറുക്കാനും അമ്മമാർക്കേ കഴിയൂ. ഇന്ദുവിന് താലികെട്ടി നീ ഇവിടെ വന്നപ്പോഴും നിന്നെ ഞാൻ കണ്ടത് ഒരു മരുമകനായിട്ടല്ല, എന്റെ മകനായിട്ടാ. അത്രയ്ക്കധികം സ്നേഹിച്ചിട്ടുണ്ട് മോനെ നിന്നെ ഞാൻ. ഇനിയും ആ സ്നേഹം എന്നും നിനക്കുണ്ടാവും. എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ നിന്നോട്. ഇനി എന്റെ ഇന്ദുവിനെ നീ ഉപേക്ഷിക്കരുത്. ഇനി ആ കണ്ണീര് കാണാൻ എന്നെ നീ ഇടവരുത്തരുത്. ഇല്ലമ്മേ, ഇനി ഞാൻ കാരണം ഇന്ദുവിന് ഒരു ദുഃഖം ഉണ്ടാവില്ല. ഇത് കേട്ടാ മതി മോനെ, കേട്ടാ മതി. അമ്മുക്കുട്ടിക്ക് നിന്നെ കണ്ടത് മുതൽ
എന്ത് സന്തോഷമാണെന്നറിയാമോ? ആ സന്തോഷവും സ്നേഹവും എന്നും നിലനിൽക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ മോ അകത്തേക്ക് ചെല്ലു മോനെ. ഈശ്വര, സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഇന്ദു, എന്നോട് വെറുപ്പായിരിക്കല്ലേ? വെറുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒരിക്കലും വെറുക്കാൻ കഴിയാത്ത അപരാധ ഞാൻ നിന്നോട് ചെയ്തത്. തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കാനാണ് വന്നതെങ്കിൽ എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ ക്ഷമാപണം. 6-7 വർഷക്കാലം നിങ്ങളില്ലാതെ ഞാനും എന്റെ മോളും ജീവിച്ചില്ലേ? ഇനിയും ഞങ്ങൾ ജീവിക്കും, ഒരാളുടെ ഒത്താശയില്ലാതെ. നീ എങ്ങനെ പഴിച്ചാലും അത് കേൾക്കാൻ അനുഭവിക്കാനും ഞാൻ ബാധ്യസ്ഥനാ. ഇപ്പോഴെന്താ ഒരു കുറ്റബോധം? അതങ്ങ് കേട്ടാ സഹതപിച്ച് കണ്ണുനീരോടെ 2 കൈയും നെട്ടി നിങ്ങളെ സ്വീകരിക്കുന്നു കരുതിയോ? ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. നിങ്ങളെപ്പോലൊരു വഞ്ചകന്റെ മുന്നിൽ താലി കെട്ടാൻ ഞാൻ എന്റെ തല കുനിച്ച് നിന്നു. ചതിയനാ നിങ്ങൾ, കൊടും ചതിയൻ. മറ്റൊരുത്തിയുമായി ബന്ധമുണ്ടെന്ന കാര്യം മറച്ചു വെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? എന്നോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ഒരിറ്റ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വിവാഹത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് അതെന്നോട് തുറന്നു പറയാമായിരുന്നു. മറ്റൊരുത്തിയോടൊപ്പം കിടപ്പറ പങ്കിട്ടവന് ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഗതികേട്. എന്നിട്ടിപ്പോ ഉളുപ്പില്ലാതെ കയറി വന്നിരിക്കുക വീണ്ടും ബന്ധം പുതുക്കാൻ. ബന്ധം പുതുക്കാൻ വന്നതല്ല, നിന്നെയും മോളെയും ഒന്ന് കാണണം തോന്നി. പിന്നെ നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. പോകുമ്പോ കരഞ്ഞോണ്ട് പിറകെ വന്ന് തിരിച്ചു വിളിക്കുന്നു കരുതിയോ? ആ ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്ന് ഇന്ദുവിനതില്ല. എന്തേ ഇപ്പോഴിങ്ങി പോരാൻ കാരണം? ഇതുവരെ ഇല്ലാത്ത ഇന്ദുവിനെ മോളെയും ഇപ്പോഴെങ്ങനെ ഓർമ്മ വന്നു? മറ്റവളോടൊപ്പമുള്ള സഹവാസം മടുത്തോ? അതോ അവൾ ആട്ടി പുറത്താക്കിയോ? ഇപ്പൊ എന്തു പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. പെട്ടെന്നൊന്നും അത് ബോധ്യപ്പെടുത്താനും ആവില്ല. പറഞ്ഞോ, മടുക്കുവോളം പറഞ്ഞോ. എല്ലാം കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവനാ. എന്താ നിങ്ങൾ പറയാൻ പോണേ? എന്താ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പോന്നെ? ഞാൻ പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നോ? എനിക്കിനി ഒന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒന്നും പറയണ്ട. പറഞ്ഞാ ഞാനതൊട്ട് വിശ്വസിക്കുകയില്ല. കാണണ്ട എനിക്ക് നിങ്ങളെ. വയ്ക്കോ, ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കരുത്. എന്റെ മനസ്സിൽ ഇനി ഇങ്ങനൊരു ഗോപനില്ല. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങള്? ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഭ്രാന്തിയെ തീരും. കടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന്?